നേരത്തെ പറഞ്ഞതുപോലെ BJP പ്രതിനിധി ഈ വിഷയത്തിൽ ചർച്ചയ്ക്കില്ല. ശക്തമായ വിമർശനങ്ങൾ അന്നത്തെ ഗുജറാത്ത് സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ BJP തയ്യാറായിട്ടില്ല. പരസ്യ പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. ആദ്യം ശ്രീമതി CS സുജാത, ബിൽക്കിസ് ബാനു അന്ന് 19 വയസ്സായിരുന്നു. ഇന്നിപ്പോൾ വർഷങ്ങൾക്കിപ്പുറം 2024 2002 സംഭവത്തിന് ശേഷം 2024 സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുന്നത്. വൈകിയ നീതിയാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളോടുകൂടിയുള്ള സുപ്രീം കോടതി വിധിയെ എങ്ങനെ കാണുന്നു സുജാത? വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നത്. ഈ വിധിയിൽ സുപ്രീം കോടതി ഗുജറാത്ത് ഗവൺമെൻറ്റിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. കാരണം നമുക്കത് ആ സംഭവം മറക്കാൻ കഴിയില്ല. 2002 ഗുജറാത്ത് കലാപത്തിൽ ദുരന്തമനുഭവിച്ച സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാം നിലവിളി ഇപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ബൽക്കിസ് ബാനു എന്ന 19-കാരി, അവൾ 6 മാസം ഗർഭിണിയായിരുന്നു. സ്മൃതി സൂചിപ്പിച്ച പോലെ ആ ഗർഭസ്ഥ ശിശുവിനെ കൊലപ്പെടുത്തി ബിൽക്കിസ് ബാനുവിൻ്റെ കൺമുമ്പിലിട്ട് കുഞ്ഞിനെ തലക്കടിച്ചു കൊല്ലുന്നു. അവളുടെ അമ്മയും സഹോദരിയെയും, അവളെ ബലാത്സംഗം ചെയ്തതിന് ശേഷം അവളുടെ അമ്മയും സഹോദരിമാരെയും അവളുടെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുന്നു. അവളുടെ കുടുംബത്തിൽപ്പെട്ട അടുത്ത ബന്ധുക്കളും അകന്നവരും ഒക്കെ ആയിട്ടുള്ള 10-18 ആളുകളെയും കൊലപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ബൽക്കിസ് ബാനു മരിച്ചു എന്ന് കരുതി ഇട്ടിട്ട് പോയതാണ്. പിന്നീടാണ് ഒരു ചെറിയ അനക്കം കണ്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി അഭയാർത്ഥി ക്യാമ്പിൽ കൊണ്ടുവരുന്നത്. തുടർന്നുള്ള സംഭവങ്ങളെല്ലാം നമുക്കറിയാം. ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിൻ്റെ ഫലമായി നരാധമന്മാർക്ക് ശിക്ഷ ഉറപ്പു നൽകുന്നു. അവർ ജയിലിലാകുന്നു. അവരെയാണ് ഈ കഴിഞ്ഞ 2022 ഓഗസ്റ്റ് മാസം 15 നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് ഈ പ്രതികളെ ഗുജറാത്ത് ഗവൺമെൻറ് മോചിപ്പിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ തന്നെ. അങ്ങനെ മോചിപ്പിച്ച് അവർക്ക് നൽകിയ സ്വീകരണം നമുക്ക് മറക്കാൻ കഴിയില്ല. അതായത് ഇത്ര പൈശാചികമായി ഒരു കുടുംബത്തിൽപ്പെട്ട 10-18 ആളുകളെ കൊലപ്പെടുത്തിയ, ക്രൂരമായി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത, കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ഈ ക്രൂരന്മാരായിട്ടുള്ള പ്രതികൾക്ക് സ്വീകരണം ഒരുക്കുന്നു. അവരെ ലഡു കൊടുത്ത് അവരെ സ്വീകരിക്കുന്നു. എന്നിട്ട് ജയിലിന് പുറത്ത് മുക്കിന് അവർക്ക് സ്വീകരണം വെക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മാനസികമായി നമുക്കുണ്ടായ വിഷമം വളരെ വലുതാണ്. അപ്പോൾ ബൽക്കിസ് ബാനുവിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവമുണ്ട്. ഇവരെ റിലീസ് ചെയ്ത ഘട്ടത്തിൽ തന്നെ ഞാൻ പ്രദാനം ചെയ്യുന്ന എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള CPIM-ഉം അതുപോലെ തന്നെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടായി. ഞങ്ങൾ ഈ ബൽക്കിസ് ബാനു സംഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ, അതായത് 2002 തന്നെ ഞങ്ങളുടെ സംഘടന ഏറ്റവും നന്നായി ഇക്കാര്യത്തിൽ ഇടപെടുകയുണ്ടായി. സഖാവ് സുബ്രതാക്കാരാട്ട്, സുഭാഷിണി അലി, മറിയം അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ അവിടെ നിരന്തരമായി ബന്ധപ്പെടുകയും ഞങ്ങളുടെ എല്ലാ ലെവലിലുമുള്ള ഞങ്ങളുടെ സംഘടന പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ബൽക്കിസ് ബാനുവിന് കൊടുക്കുകയും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തുടർന്ന് ഈ പ്രതികളെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്ത ഘട്ടത്തിൽ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് സുഭാഷിണി അലി ബൽക്കിസ് ബാനുവിനോടൊപ്പം കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചു. തുടർന്ന് ഞങ്ങൾ നിരന്തരമായി ഈ കേസിൽ ഇടപെട്ടു. എന്തായാലും ഇപ്പോൾ വൈകിയാണെങ്കിലും ബൽക്കിസ് ബാനുവിന് നീതി കിട്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കോടതി വിധി നമ്മൾ ശരിയായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ശ്രീ നരേന്ദ്രമോദിയുടെ മുഖത്തേറ്റ അടി തന്നെയാണിത്. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെയും. കാരണം നരേന്ദ്രമോദി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം ഗുജറാത്തിൽ ഉണ്ടാകുന്നത്. തുടർന്ന് നമുക്കറിയാം, നാരി ശക്തിയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നു. കേരളത്തിൽ വന്ന് മോഡി ഗ്യാരണ്ടി എന്ന് 16 പ്രാവശ്യമാണ് തൃശ്ശൂരിലെ സമ്മേളനത്തിൽ അദ്ദേഹം പരാമർശിച്ചത്. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും ബൽക്കിസ് ബാനുവിൻ്റെ പേര് പരാമർശിക്കുന്നില്ല, അല്ലെങ്കിൽ ആ സംഭവത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നില്ല, മണിപ്പൂരിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നമ്മുടെ കോടതി വളരെ കൃത്യമായി തന്നെ ഇതിലൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. ഗുജറാത്ത് ഗവൺമെൻറ് ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള കുറ്റകരമായിട്ടുള്ള അനാസ്ഥ, കോടതിയടക്കം തെറ്റിദ്ധരിപ്പിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ഈ വിധിന്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വൈകിയെങ്കിലും ബൽക്കിസ് ബാനുവിന് നീതി കിട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൽ നമുക്കെല്ലാം തന്നെ അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.